നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 മാസം മുൻപ് പാക് പഞ്ചാബിൽ പഹൽഗാം ആക്രമണത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. പാകിസ്ഥാനിലിരുന്ന് ആക്രമണം നിയന്ത്രിച്ചത് ഇന്ത്യ തേടുന്ന കാളകൂട വിഷം. പാക് ചാര സംഘടന ISI പിന്തുണയോടെ ലഷ്കർ-ഇ-തോയ്ബ കശ്മീരിൽ ചോര വീഴ്ത്തിയപ്പോൾ ലാഹോറിലിരുന്ന് ചിരിച്ച് പദ്ധതിയുടെ സൂത്രധാരൻ സൈഫുള്ള കസൂരി. ലഷ്കർ ഡെപ്യൂട്ടി കമാൻഡറാണ് കസൂരി എന്നറിയപ്പെടുന്ന സൈഫുള്ള ഖാലിദ്. IB സംഘങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനി. ഇന്ത്യയുടെ പ്രധാന ശത്രു ഹാഫിസ് സയ്യിദിന്റെ വലങ്കൈയാണ് കസൂരി. മുംബൈ മോഡൽ അറ്റാക്കാണ് ഭീകരർ പഹൽഗാമിൽ ലക്ഷ്യം വെച്ചത്. തഹവൂർ റാണയെ ഇന്ത്യൻ ജയിലിൽ അടച്ചതിലുള്ള പകയാണോ ഇപ്പോൾ നടന്ന അറ്റാക്കിന് പിന്നിലുള്ളത് എന്ന സംശയവും ഉയർന്നു വരികയാണ്. പാകിസ്ഥാന്റെ നെഞ്ചത്തുടനെ തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ചാര സംഘടനയുടെ ബന്ധം ഉറപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യൻ ഏജൻസികൾ. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയ്ക്ക് ISI സഹായങ്ങളും പരിശീലനങ്ങളും ലഭിച്ചുവെന്ന് NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലഷ്കർ ആസൂത്രണം ചെയ്തു, TRF നടപ്പാക്കിയെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഭീകരർ ഒന്നിലധികം ബൈക്കുകൾ ഉപയോഗിച്ചിരുന്നു. നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഒരു ബൈക്ക് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 2 സംഘമായി തിരിഞ്ഞ് AK-47 ഉപയോഗിച്ചാണ് വെടിയുതിർത്തിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ അടിയന്തര യോഗം നടന്നിരുന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, അജിത് ഡോവൽ, വിക്രം മിശ്രി എന്നിവരുമായായിരുന്നു കൂടിക്കാഴ്ച. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ശ്രീനഗറിൽ ഉന്നതതല യോഗം ചേർന്നു. ലഷ്കർ-ഇ-തോയ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ് കസൂരി. പാക് ഭീകരനും ലഷ്കർ-ഇ-തോയ്ബയുടെ സഹസ്ഥാപകനുമായ ഹാഫിസ് സയ്യിദുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് കസൂരി എന്ന വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കസൂരി പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ട സ്വത്ത് എന്നും അറിയപ്പെടുന്നു. ജമ്മു കശ്മീരിൽ നേരത്തെയും നടന്ന ഭീകരാക്രമണങ്ങളിൽ കസൂരിക്ക് പങ്കുണ്ട് എന്നാണ് വിവരങ്ങൾ. വിദ്വേഷ പ്രസംഗത്തിന് കുപ്രസിദ്ധനായ കസൂരി യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ആളാണ്. 2 മാസം മുൻപ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്ഷണം അനുസരിച്ച് പാക് പഞ്ചാബിലെ കങ്കൺപൂരിൽ കസൂരി സൈനികർക്കായി പ്രസംഗിച്ചിരുന്നു. പാക് സൈന്യത്തിലെ കേണൽ സാഹിദ് സരീൻ ഘട്ടക്കിന്റെ ക്ഷണമനുസരിച്ചെത്തിയ കസൂരിയെ പൂക്കൾ വർഷിച്ചാണ് സ്വീകരിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്നടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഇയാളുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു. ഫെബ്രുവരി 2 ഖൈബർ പക്തൂൺഖയിൽ നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് കസൂരി ആഹ്വാനം ചെയ്തിരുന്നു. 2026 ഫെബ്രുവരിക്ക് മുൻപ് കശ്മീർ പിടിച്ചെടുക്കാൻ ആകുന്നതെല്ലാം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നുമായിരുന്നു കസൂരിയുടെ പരാമർശം. ആബട്ടാബാദിലെ വനാന്തരങ്ങളിൽ കഴിഞ്ഞ വർഷം നടന്ന ഭീകര ക്യാമ്പിൽ 100 കണക്കിന് പാക് യുവാക്കൾ പരിശീലനം നേടിയിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. ലഷ്കർ-ഇ-തോയ്ബയുടെ രാഷ്ട്രീയ ശാഖയായ പാകിസ്ഥാൻ മർകസി മുസ്ലിം ലീഗ് SML എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന പരിശീലനത്തിൽ കസൂരിയും പങ്കെടുത്തിരുന്നു. ഈ ക്യാമ്പിൽ നിന്നാണ് യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങൾക്കായി കസൂരി തെരഞ്ഞെടുത്തതും പിന്നീട് ഇരകളെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നതിൽ പരിശീലനം നൽകിയതും. ലഷ്കർ-ഇ-തോയ്ബയുടെ പെഷാവർ ആസ്ഥാനത്തിന്റെ തലവൻ കൂടിയാണ് കസൂരി. പാക് സെൻട്രൽ പഞ്ചാബ് പ്രവിശ്യയിൽ ലഷ്കർ-ഇ-തോയ്ബയുടെ മറ്റൊരു രൂപമായ ജമാഅത്ത് ഉദ്ദവയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലും കസൂരി പ്രവർത്തിച്ചിരുന്നു. JUDയെ 2016 US ഭീകരവാദ പട്ടികയിലും 2009 UN ഉപരോധ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 തദ്ദേശീയർ ഉൾപ്പെടെ 6 ഭീകരരാണ് പഹൽഗാമിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ഇവർക്കെല്ലാം പാകിസ്ഥാനിൽ നിന്നും പരിശീലനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ NIAയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. കശ്മീരിൽ നിന്നുള്ള 2 തദ്ദേശീയർ ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. 2017 പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നുവെന്നാണ് വിലയിരുത്തൽ. ഈ ഭീകരരെ പാകിസ്ഥാനിൽ ഇരുന്ന് കസൂരി നിയന്ത്രിച്ചു. ആക്രമണ പദ്ധതിയും വിശദാംശങ്ങളും എല്ലാം നൽകുകയും ചെയ്തു. ഭീകരർക്ക് ബൈക്കുകൾ കിട്ടിയത് എവിടെ നിന്നാണെന്ന് കേന്ദ്ര സംഘം അന്വേഷിക്കുന്നുണ്ട്. ഒരു പ്രാദേശിക ഭീകരനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബിജ്ബഹേര സ്വദേശി ആദിൽ തോക്കറാണ് തീവ്രവാദ സംഘത്തിലുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം TRF ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ലഷ്കറിന്റെയും TRFന്റെയും ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ തലച്ചോറാണ് തീവ്രവാദി സൈഫുള്ള ഖാലിദ്.
കസൂരി എപ്പോഴും ആഡംബര കാറുകളിലാണ് സഞ്ചരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിലെ സൈനികരെ പ്രചോദിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിനാൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും കസൂരി പ്രിയങ്കരനാണ്. പാകിസ്ഥാനിൽ വലിയ സ്വാധീനം ഇയാൾക്കുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് 2 മാസം മുൻപ് സൈഫുള്ള ഖാലിദ് പാകിസ്ഥാനിലെ പഞ്ചാബിലെ കങ്കൺപൂരിൽ പ്രസംഗം നടത്തിയിരുന്നെന്ന് പറഞ്ഞല്ലോ. അതിന് പിന്നാലെ ഈ ആക്രമണത്തിന് വേണ്ടിയുള്ള പദ്ധതി നടത്തിയതും പാക് പഞ്ചാബിൽ വെച്ച് തന്നെയാണ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ US-ഉം റഷ്യയും ഉൾപ്പെടെ വിവിധ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി, മുംബൈ, ജയ്പൂർ, അമൃത്സർ തുടങ്ങി വിവിധ നഗരങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കശ്മീരിൽ ഉയർന്നിരിക്കുന്ന മറ്റൊരു പ്രതിസന്ധി ഭീകരരെ ഉടൻ തന്നെ എല്ലാവരെയും പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ തെരുവിലേക്കിറങ്ങി പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട്. പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ സൈന്യം തുടങ്ങിയിട്ടുണ്ട്. കശ്മീർ മുഴുവൻ ഇപ്പോൾ ജാഗ്രതാ വലയത്തിനുള്ളിലാണ്. പഹൽഗാമിൽ ആക്രമണം നടന്നതിൽ 3 പ്രധാന കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലായിരിക്കുമ്പോഴും US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലായിരിക്കുമ്പോഴും പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ കശ്മീർ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നതിന് തൊട്ടു പിന്നാലെയുമാണ് ഈ ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. ലഷ്കർ-ഇ-തോയ്ബയുടെ ഒരു ശാഖയായ ദ റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ് ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞല്ലോ. ആക്രമണത്തിന് പരമാവധി ശ്രദ്ധയും നേട്ടവും നേടുന്നതിനായി കൃത്യമാർന്ന സമയവും പ്രദേശവും ഭീകരർ തെരഞ്ഞെടുത്തു. ജമ്മു കശ്മീർ ഭീകരരുടെ സ്വദേശമാണെന്ന മിഥ്യാധാരണ നൽകാൻ പാകിസ്ഥാൻ മെനഞ്ഞ ഒരു സൃഷ്ടി മാത്രമാണ് TRFന്റെ ഈ ആക്രമണമെന്ന് ഇപ്പോൾ സൈന്യവും സംശയിക്കുന്നുണ്ട്. ഈ തീവ്രവാദികളുടെ മേലാളന്മാർ ഇപ്പോഴും പാകിസ്ഥാനിലിരുന്ന് ഭീകരാക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കൂടാതെ പാകിസ്ഥാന്റെ സൈനിക ഇന്റലിജൻസ് വിഭാഗം സമ്മർദ്ദത്തിലാണെന്നും മാർച്ചിൽ ബലൂചിസ്ഥാനിൽ നടന്ന ട്രെയിൻ ഹൈജാക്കിൽ സംഭവിച്ചതിന് പ്രതികാരമായി ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ ആഗ്രഹിക്കുന്നു എന്നുമാണ്. ഒരു തെളിവുമില്ലാതെ പാകിസ്ഥാൻ ബലൂജ് കലാപത്തിന് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കശ്മീർ ഇസ്ലാമാബാദിന്റെ കഴുത്തിലെ സിരയാണ് എന്ന മുനീറിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ വാദം പരിശോധിച്ചു നോക്കുമ്പോൾ ജമ്മു കശ്മീരിലെ ഒരു സുരക്ഷാ സംഭവത്തിന്റെ സൂചനയായി ഇത് കാണാൻ സാധിക്കും. ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ കൈകാര്യം ചെയ്തത് പ്രാദേശികമായ സഹായത്തോടു കൂടിയുള്ള ലഷ്കറിന്റെ ചെറിയ ഗ്രൂപ്പാണ്. കശ്മീരിലെ സംയുക്ത സുരക്ഷാ വലയിൽ നിന്ന് രക്ഷപ്പെടാനും സുരക്ഷാ സേനയെ ദുർബലപ്പെടുത്താനും തീവ്രവാദികൾ നിരന്തരം അവരുടെ തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് LOCക്ക് അപ്പുറത്തു നിന്നുള്ള പരമ്പരാഗത നുഴഞ്ഞുകയറ്റം മാറ്റിമറിക്കുന്നത്. ഇപ്പോൾ അവർ സ്ലീപ്പർ സെല്ലുകളെയാണ് സജീവമാക്കിയിരിക്കുന്നത്. ലക്ഷ്യമിട്ട കൊലപാതകങ്ങൾ നടത്തുന്നതിന് ഈ സ്ലീപ്പർ സെൽ മികച്ച പിന്തുണ ഭീകരർക്ക് നൽകുന്നുണ്ട്. പിർപഞ്ചൽ മേഖലയിലും അതിൻ്റെ തെക്ക് ജമ്മു ഡിവിഷനിലും ഭീകരാക്രമണങ്ങൾ പോലും നടത്തുന്നത് ഈ സ്ലീപ്പർ സെല്ലുകളുടെ സഹായത്തോടെയാണ്. ഈ സാഹചര്യത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അങ്ങേയറ്റത്തെ വെല്ലുവിളി നേരിടുന്നുണ്ട്. മറ്റൊരു വശം കൂടിയുള്ളത് കശ്മീർ താഴ്വരയിലെ ടൂറിസ്റ്റ് സീസണിന്റെ തുടക്കത്തിൽ ഭയം പടർത്താൻ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാൻ ഭീകരരുടെ വ്യക്തമായ പദ്ധതി കൂടിയാണ് ഇതെന്നും പറയപ്പെടുന്നു. കശ്മീരിലെ പരമ്പരാഗത വരുമാന സ്രോതസ്സാണ് ടൂറിസം. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തിപ്പോൾ സമാധാനം കൈവരിക്കുകയും സാധാരണ നിലയിലേക്ക് എത്തുന്നതും തിരിച്ചറിഞ്ഞ തീവ്രവാദികൾ ഇപ്പോഴും കശ്മീർ പ്രതിസന്ധിയിലാണെന്ന സന്ദേശം നൽകാനും വേണ്ടിയാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും പാക് ചാരസംഘടനയുടെ പങ്ക് ഈ ആക്രമണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ കസൂരിയുടെ പേരും പുറത്തു വന്നതോടുകൂടി തന്നെ ഉടൻ തന്നെ പാകിസ്ഥാനിൽ ഒരു തിരിച്ചടി അതുണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.